സഹോദരങ്ങളെ, ദുൽഖഅദ് 11 ഇനി നമുക്ക് കൃത്യമായി ഒരു മാസം പരിശുദ്ധമായ ബലിപെരുന്നാളിന്. അപ്പോൾ സാന്ദർഭികമായി നമ്മൾ അറിയേണ്ട ഒരറിവാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ബലിപെരുന്നാളിൽ ഓരോ സത്യവിശ്വാസിയും നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാകുന്ന ഉദ്ഹിയ്യത്ത്. ആ ഉദ്ഹിയ്യത്തിന്റെ പ്രാധാന്യവും അതിന്റെ ചരിത്രവും അതിന്റെ മഹത്വവും ഒക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു അത് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും എനിക്കും നിങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ഉദ്ഹിയ്യത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുന്നത്താണ്, അവിടുത്തെ മാതൃകയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന് വേണ്ടി ഒരു ബലിമൃഗത്തെ മാത്രം സമർപ്പിച്ച ആളല്ല, തന്റേതായ എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചയാളാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അലാ തറ ഇന്ന ഇബ്രാഹിമ കൈഫ അഅത മാലഹു ലിൽളിയാഫ. നോക്ക്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചത് അതിഥികൾക്ക് വേണ്ടിയായിരുന്നു. വീട്ടിൽ എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കിയാലും എത്ര കഠിനമായ വിശപ്പുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത ആളായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആഹാരം കഴിക്കണമെങ്കിൽ കൂട്ടത്തിൽ ഒരു അതിഥി വേണം. 4 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഒരു അതിഥിയെ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഒരു അതിഥിയെ കിട്ടിയില്ല എങ്കിൽ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആതിഥേയത്വം ഇസ്ലാമിന്റെ വലിയൊരു മഹത്വമാണ്, ഒരു സത്യവിശ്വാസിയുടെ വലിയൊരു നന്മയുമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണ്. ആതിഥേയത്വം, അതിഥി സൽക്കാരം, ആതിഥേയത്വ മര്യാദ, അതൊക്കെ ഇസ്ലാമിന്റെ മനോഹരമായ സംസ്കാരത്തിൽപ്പെട്ടതാണ്. അതിന്റെയൊക്കെ മാതൃക ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മലക്കുകൾ പോലും വീട്ടിൽ വന്ന് കയറി കാണാൻ വന്നപ്പോൾ ആ മലക്കുകൾ പോലും മനുഷ്യരാണെന്ന് വിചാരിച്ചിട്ട് അവരോടൊന്നും ചോദിക്കാതെ പെട്ടെന്ന് വീട്ടിന്റെ പിറകിലേക്ക് പോയി കൊമ്പനെ കൊണ്ടുവന്ന് അറുത്തുകൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ പൊരിച്ച് സമർപ്പിച്ച് വെച്ചു കൊടുത്ത ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ സമ്പത്ത് മുഴുവനും അതിഥികൾക്ക് വേണ്ടി ചെലവഴിച്ചയാളാ. വബദലഹു ലിന്നീറാൻ. തന്റെ ശരീരത്തെ തീക്ക് വേണ്ടി കൊടുത്തയാളാണ്. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശരീരത്തെ സമർപ്പിച്ചു. വവലദഹു ലിൽ ഖുർബാൻ. അല്ലാഹു തആല കൊടുത്ത തന്റെ സന്താനത്തെ ബലിയർപ്പണത്തിന് വേണ്ടി കൊടുത്തയാളാണ്. വഖൽബഹു ലിർറഹ്മാൻ. തന്റെ ഹൃദയത്തെ റഹ്മാനായ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. ഹത്താ തഅജ്ജബൽ മലായികതു മിൻ സഖാവതി. അദ്ദേഹത്തിന്റെ ഈ അർപ്പണ ബോധം കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ ഈ ധർമ്മം കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഫഅക്റമഹു ബിൽ ഖുല്ല. അദ്ദേഹത്തിന്റെ ഈ നന്മകളും ഈ സമർപ്പണവും അർപ്പണവും എല്ലാം കണ്ടിട്ടാണ് അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന് ഇബ്രാഹിം നബിയെ ഖലീലായി തിരഞ്ഞെടുത്തത്. അല്ലെ, നമ്മൾ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പം അവിടുത്തെ വിശേഷണം പറയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന, അള്ളാഹുവിന്റെ ഖലീൽ. കാരണം അള്ളാഹു കൊടുത്ത മുഴുവൻ പരീക്ഷണത്തിന്റെ തീജ്വാലയിലും ഒരു സ്വർണം തീയിലിട്ട് വിളക്കുമ്പോൾ അത് തിളങ്ങുന്നത് പോലെ തിളങ്ങി പത്തരമാറ്റോടെ ഒരു വിശ്വാസിയായി മാറിയ ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ സുന്നത്താണ് ബലിയർപ്പണം എന്നുള്ളത്, ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. അതന്ന് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അറുക്കാൻ അള്ളാഹുവിന്റെ ആദ്യത്തെ കൽപ്പന. അങ്ങനെ അറുക്കാൻ വേണ്ടി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തിൽ കത്തിവെച്ചു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അറുത്തിട്ടില്ല. പകരം സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ ആടുമായിട്ട് വന്നിട്ട് അതിനെ അറുക്കാൻ പറഞ്ഞു. എന്നിട്ട് ജിബ്രീൽ പ്രഖ്യാപിച്ചു, ഹദിഹി സുന്നത്തു അബീകും ഇബ്രാഹിം. ഇത് നിങ്ങളുടെ പിതാവാകുന്ന ഇബ്രാഹിമിന്റെ സുന്നത്താണ്, ലോകാവസാനം വരെ നിലനിൽക്കുവാനുള്ള സുന്നത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ താൽപര്യപൂർവ്വം അല്ലാഹു എടുത്തു പറഞ്ഞു, നബിയെ ഫസല്ലി ലിറബ്ബിക വൻഹർ.
നബിയെ, അങ്ങ് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം, അതിനോടൊപ്പം വൻഹർ, അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങയെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നവർ അവരാണ് പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയവർ. ഇവിടെ പണ്ഡിതന്മാർ ഈ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബലിയർക്കൽ കൊണ്ടുള്ള ഭൗതികമായ നേട്ടമുണ്ട്, പാരിത്രികമായ നേട്ടവുമുണ്ട്. നമ്മൾ പലപ്പോഴും പരലോകത്ത് കിട്ടുന്ന മഹത്വങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട് ബലിയർപ്പണത്തിലൂടെ, ഉദ്ഹിയ്യത്തിലൂടെ. എന്നാൽ ഭൗതികമായും ഒരുപാട് നേട്ടങ്ങൾ ഉദ്ഹിയ്യ കൊടുക്കുന്നതിലൂടെയുണ്ട്. അല്ലാഹു അമൽ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മളെ പലപ്പോഴും നമ്മൾ സക്കാത്തിന്റെ കാര്യം പറയുന്നത് പോലെ, അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തിന്റെ കാര്യം പറയുന്നത് പോലെ, നാട്ടിലെ വലിയ സമ്പന്നരായ ചിലർക്ക് മാത്രം സുന്നത്തായ കാര്യമല്ല ഉദ്ഹിയ്യത്ത്. മറിച്ച് ബലിപെരുന്നാൾ ദിവസത്തെ പകലിലും രാത്രിയിലും തന്റെ ആശ്രിതർക്കും തനിക്കും ആവശ്യമായ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രം കഴിഞ്ഞിട്ട് ആരുടെയെങ്കിലും കയ്യിൽ കാശ് ബാക്കിയുണ്ടെങ്കിൽ അവർക്കെല്ലാം ഉദ്ഹിയ്യത്ത് സുന്നത്ത് തന്നെയാണ്. മനസ്സിലായല്ലോ? ഏതുപോലെ ഫിത്ർ സക്കാത്ത് പോലെ. ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ചെറിയ പെരുന്നാൾ ദിവസത്തിന്റെ പകലും രാത്രിയും തന്റെയും തന്റെ ആശ്രിതരുടെയും ആവശ്യമായ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വസ്ത്രവും കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ വാജിബാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ബലിപെരുന്നാൾ ദിവസത്തിൽ ഒരു സത്യവിശ്വാസിക്ക് അവന്റെയും അവന്റെ ആശ്രിതരുടെയും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും കഴിഞ്ഞിട്ടുള്ള പൈസ അവന്റെ കയ്യിലോ അവന്റെ ബാലൻസ് ആയിട്ട് അവന്റെ സംഭരിച്ചു വെച്ചിരിക്കുന്നതിൽ ഉണ്ട് എങ്കിൽ, അവന്റെ സമ്പത്തിൽ ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇത് സുന്നത്താ. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം അത് വാജിബാണ് ചെയ്യൽ. ഏതുപോലെ നമുക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായതുപോലെ ഹനഫി മദ്ഹബിൽ ഉദ്ഹിയ്യത്ത് വാജിബായ കാര്യമാണ്. അബൂ ഹനീഫ ഇമാം വാജിബായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷാഫി മദ്ഹബിൽ മുഅക്കദായ സുന്നത്തുമാണ്. അപ്പോൾ എല്ലാവരും വളരെ ഗൗരവത്തോടെ ചെയ്യേണ്ട വലിയൊരു നന്മയാണ് ഉദ്ഹിയ്യത്ത്. പരിശുദ്ധമായ ഖുർആനിൽ ഉദ്ഹിയ്യത്തിന്റെ മഹത്വം അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ട് 2 ആയത്തുകൾ തമ്മിലൂടെ ബന്ധിപ്പിക്കുന്നത് നമുക്ക് കാണാം. അവിടെ ഒരു സത്യവിശ്വാസിക്ക് ഭൗതികമായിട്ടുണ്ടാകുന്ന ഏത് വിപത്തിനെയും തടയാൻ, ഏത് ശത്രുവിന്റെ ഷർറുകളെയും തടയാൻ ഈ ഉദ്ഹിയ്യത്ത് കാരണമാകുമെന്നാണ്. സാമ്പത്തികമായ നഷ്ടമാകട്ടെ, ശാരീരികമായ നഷ്ടങ്ങളാകട്ടെ, നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, ഇതിനൊക്കെ നമുക്ക് പ്രതിരോധിക്കാനുള്ള വലിയ നന്മയാണ് വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഉദ്ഹിയ്യത്ത് എന്നുള്ള കർമ്മം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ ബലിമൃഗങ്ങളെല്ലാം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ബലിമൃഗങ്ങൾ ബലിപെരുന്നാളിന് ഉദ്ഹിയ്യത്ത് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന മൃഗത്തെ കണ്ടാൽ, ഉദ്ഹിയ്യത്തിന് ആ മൃഗത്തെ കണ്ടാൽ ദുൽഹജ്ജ് 1 മുതൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. കാരണം എന്താ? അത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കല് അത് ഹൃദയത്തിന്റെ തഖ്വയാണ്. അത് അല്ലാഹുവിന് വേണ്ടിയുള്ള സമർപ്പണമാണ്, അല്ലാഹുവിനോടുള്ള സൂക്ഷ്മതയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ബലിമൃഗത്തിന്റെ നന്മകളും മഹത്വവും പറഞ്ഞിട്ടല്ല പറഞ്ഞത്. അടുത്ത ആയത്ത് അതിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ബലിമൃഗങ്ങളെ അറുക്കുമ്പോൾ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിന് ആവശ്യമില്ല, അള്ളാഹുവിന്റെ അടുക്കലെത്തുന്നില്ല. പക്ഷേ അള്ളാഹുവിന് കിട്ടുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ സൂക്ഷ്മതയാണ്, അള്ളാഹുവിന് വേണ്ടി നിങ്ങളുടെ അർപ്പണ ബോധമാണ്. ഈ ആയത്തിന് ശേഷം അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. നിശ്ചയം അല്ലാഹു തആല സത്യവിശ്വാസികളെ തൊട്ട് ശത്രുക്കളെ പ്രതിരോധിക്കുന്നതാണ്, ശത്രുക്കളെ അല്ലാഹ് തടയുന്നതാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഒരു സത്യവിശ്വാസി അള്ളാഹുവിന് വേണ്ടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ഹിയ്യ കൊടുത്താൽ
അവന് പാരിത്രികമായി കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം, അതിന്റെ ഹദീസുകൾ നമുക്ക് പറയാം. അതിനോടൊപ്പം ഭൗതിക ലോകത്ത് അവൻ പേടിക്കുന്ന ശത്രുക്കൾ ഏത് തരത്തിലാകട്ടെ എല്ലാത്തിനെ തൊട്ടും പ്രതിരോധിക്കാൻ അല്ലാഹു തആല ഉദ്ഹിയ്യത്തിനെ കാരണമാക്കുമെന്നാണ്. അവനേക്കുണ്ടാകുന്ന സാമ്പത്തികമായ നഷ്ടങ്ങൾ, ശത്രുക്കളിലൂടെ അവന് സാമ്പത്തികമായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഉദ്ഹിയ്യത്തിലൂടെ അല്ലാഹു തആല തടഞ്ഞു കൊടുക്കും. ഒരു നാടിനെ ബാധിക്കുന്നതായ കാലവിപത്തുകളെ തടയാൻ ഒരു വർഷത്തിൽ ആ നാട്ടിൽ നടക്കുന്ന ഉദ്ഹിയ്യത്തിന് നടക്കും. ഒരു കുടുംബത്തിൽ അല്ലാഹ് തീരുമാനിച്ച ശർറുകളോ മുസീബത്തുകളോ ഉണ്ടെങ്കിൽ ഈ ഉദ്ഹിയ്യത്തിലൂടെ അല്ലാഹു തആല തട്ടിമാറ്റിക്കളയും. ഇതാണ് ഒരു സമൂഹത്തിനെ ബാധിക്കുന്ന ശത്രുക്കള്. അത് ഭരണകൂടത്തിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ പരിസര രാജ്യങ്ങളിൽ നിന്നുള്ളതാകട്ടെ, അവരുടെയൊക്കെ ഉപദ്രവങ്ങളെ തടയാൻ, ശത്രുതയെ തടയാൻ ഈ ഉദ്ഹിയ്യത്ത് ഒരു കാരണമാണ്. പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അതാണ് ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ, എല്ലാവിധ വിപത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ, എന്റെ ശരീരത്തിന്, എന്റെ കുടുംബത്തിന്, എന്റെ സമ്പത്തിന്, ഇതെല്ലാം നമ്മൾ ഉദ്ഹിയ്യ കൊടുക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ വളരെ സജീവമായി നടക്കേണ്ട ഒരു നന്മയാണ് ഉദ്ഹിയ്യത്ത്. ഒരു മാസമുള്ളപ്പോൾ ഞാൻ ഈ വിഷയം പറയുന്നത് എന്താ? നമ്മൾ നേരത്തെ അതിന് തയ്യാറാകണം. 2 വയസ്സായ ആട് വേണം, അല്ലെങ്കിൽ 2 വയസ്സായ മാട് വേണം. അതിന് നമ്മൾ നേരത്തെ തന്നെ തയ്യാറായി. നമുക്കൊക്കെ അല്ലാഹു തആല തന്ന സമ്പത്ത് അത് നമ്മൾ അതിനു വേണ്ടിയൊക്കെ ചെലവഴിക്കാനാണ്. നാട്ടിലെ 5-6 പേരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാം എന്ന ധാരണ പോരാ. മുസ്ലിം ലോകം സജീവമായി ചെയ്യേണ്ട വലിയൊരു നന്മയാണ്. മാംസം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളെ നന്നാക്കിയ, നമ്മളുടെ ഈ ദീനിന്റെ ഈ നന്മയെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന മില്ലത്തു അബീകും ഇബ്രാഹിം, നമ്മളുടെ ആത്മീയ പിതാവായ, നമ്മളുടെ മാർഗത്തിന്റെ മാർഗദർശിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നമ്മുടെ കടമയുടെ കടപ്പാടിന്റെ ഭാഗമാണ് ആ ഇബ്രാഹിം നബിയെ ഓർക്കുന്നതിന്റെ, അവിടുത്തെ സുന്നത്ത് ഹയാത്താക്കുന്നതിന്റെ ഭാഗമാണ്. ഹജ്ജിന് പോകുന്നവരൊക്കെ അവിടെ ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാ വർഷവും ഹജ്ജിന് പോകാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഈ നന്മ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അല്ലാഹു തആല തന്ന സമ്പത്ത് ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്, അത് നമ്മളുടെ ജീവിതത്തിന്റെ നന്മയുടെ ഒരു ഭാഗമായിട്ട് തന്നെ കാണണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കാലഘട്ടം ഒരുപാട് ദാരിദ്ര്യങ്ങൾ അനുഭവിച്ച കാലഘട്ടമാ. ഒരുപാട് ക്ഷാമങ്ങൾ നേരിട്ട കാലഘട്ടമുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നബി തങ്ങൾ ഉദ്ഹിയ്യ മുടക്കിയിട്ടില്ല. കാരണം എന്ത്? ഈ ഉദ്ഹിയ്യ കൊണ്ട് പാരത്രിക ലോകത്ത് നേട്ടം കിട്ടുന്നതിനോടൊപ്പം ഈ ഭൗതിക ലോകത്തും അല്ലാഹു ശത്രുക്കളിൽ നിന്ന് രക്ഷാ കവചമായി, നാളെ നരകത്തിൽ നിന്നുള്ള കവചമാണ് ഉദ്ഹിയ്യ എന്ന് പറയുന്നത് പോലെ ഈ ദുനിയാവിന്റെ പരീക്ഷണങ്ങളിലും ദുനിയാവിന്റെ എല്ലാ ശർറുകളിൽ നിന്നുമുള്ള ഒരു കവചമാണ് ഉദ്ഹിയ്യത്ത്. അതുകൊണ്ട് അല്ലാഹു തന്ന സമ്പത്തിനെ ഇൻഷാ അല്ലാഹ് ഈ ഒരു നന്മയിലും ഞാൻ ചെലവഴിക്കണം എന്നുള്ള നിയ്യത്ത് ഇപ്പോഴും നമ്മൾ വെക്കുക, അതിനുവേണ്ടി തയ്യാറാകുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര നന്മകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അല്ലാഹി, ഈ ഉദ്ഹിയ്യ എന്താണ് നബിയെ? ഉദ്ഹിയ്യ നബി തങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൊടുക്കുമ്പോൾ അതിന്റെ രഹസ്യം, അതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് സഹാബാക്കൾ നബി തങ്ങളോട് ആരായുകയാണ്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഹാദിഹി സുന്നത്തു അബീകും ഇബ്രാഹിം, ഇത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ സുന്നത്താണ്. വാപ്പമാര് നിലനിർത്തിയ നന്മ മക്കൾ നിലനിർത്താൻ ആഗ്രഹിക്കുമല്ലോ. അതല്ലേ സ്നേഹമുള്ള മക്കള്, അതല്ലേ പിതാക്കന്മാരെ ഓർക്കുന്ന മക്കള്. അവർ ദുനിയാവിൽ ബാക്കി വെച്ചു പോയ നന്മകളെ മക്കളും തുടരണം. അതാണൊരു സത്യവിശ്വാസി അല്ലെങ്കിൽ ഒരു നല്ല സ്നേഹമുള്ള ഒരു മകന്റെ മാതൃക. അതെ, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം, തണുപ്പടിച്ച് ഉറക്കം വരുന്ന, തണുപ്പിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട്. നല്ല സുഖമുണ്ടല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളേ, ഒക്കെ നമ്മൾ അമൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നന്മ. ഇതൊക്കെയും ദീനിന്റെ അടയാളങ്ങളും ദീനിന്റെ ചിഹ്നങ്ങളുമാണ്. നമുക്കറിയുന്ന സമൂഹത്തിൽ നിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകളിൽപ്പെട്ട ഒന്നാണ് ഇതും. നാടിന് മുഴുവനും നമ്മൾ ബലിപെരുന്നാൾ ആയിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ നന്മയായി എല്ലാ കുടുംബങ്ങളിലും നടക്കണം.
കഴിവുള്ളവരൊക്കെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെന്ത് വേണം? ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ബറക്കത്ത്, ഇതിന്റെ നന്മകളും മഹത്വങ്ങളും നമ്മൾ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കണം, നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഖുർആനിന്റെ വാക്കല്ലേ, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താ? അത് മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ ഗൗരവത്തോടു കൂടി കാണണം. സഹാബത്തുകൾ ചോദിച്ചു, നബിയെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ് ഉദ്ഹിയ, എന്നാൽ ഫമാലനാ ഫീഹാ യാ റസൂലല്ലാഹ്, നബിയെ, ഞങ്ങളിത് നിർവഹിച്ചാൽ ഞങ്ങൾക്കിതിൽ എന്താണ് കിട്ടുക നബിയെ എന്ന് സഹാബത്തിന്റെ ചോദ്യം. ഖാല ബികുല്ലി ശഅറത്തിൻ ഹസനാ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഒരു ബലിമൃഗത്തെ അറുത്തു കൊടുത്താൽ ആ ബലിമൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ രോമത്തിന് പകരമായും ഓരോ നന്മ അല്ലാഹു എഴുതുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാടിന്റെ അല്ലെങ്കിൽ ഒരു മാടിന്റെ ശരീരത്തിലുള്ള രോമങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? അതിന് നമ്മൾ എണ്ണിയാൽ തീരില്ല. ആ ശരീരത്തിലുള്ള ഓരോ രോമത്തിന് പകരം അവന് ഓരോ നന്മ അല്ലാഹു തആല എഴുതുന്നതാണ്. അത്രയും വലിയ പുണ്യമാണ്. ആരെങ്കിലും നല്ല മനസ്സോടുകൂടി അള്ളാഹുവിന് വേണ്ടി ബലിയറുത്തു കഴിഞ്ഞാൽ, ഉദ്ഹിയ കൊടുത്താൽ, അവൻ കൊടുത്ത ഉദ്ഹിയ നാട്ടുകാരുടെ പേരിന് വേണ്ടിയല്ല, ഇന്ന ആള് ഇത്രയും വലിപ്പമുള്ള ഉദ്ഹിയ കൊടുത്തെന്ന് നാട്ടുകാര് പറയാൻ വേണ്ടിയല്ല, അവന്റെ മാംസം ആരെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് അവന്റെ മുമ്പിൽ നന്ദി പ്രകടിക്കാൻ വേണ്ടിയല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്ന ഇഖ്ലാസോടെ നിയ്യത്തോടെ ആരെങ്കിലും കൊടുത്താൽ കാനത് ലഹു ഹിജാബൻ മിനന്നാർ, നാളെ പരലോകത്ത് അവന്റെ തിന്മകൾ കാരണമായി നരകത്തിലേക്ക് എറിയപ്പെടേണ്ടി വന്നാൽ ആ മൃഗം ആ നരകത്തിൽ നിന്ന് അവന് കാവലാകുമെന്ന്, അവന് പരിചയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ മഹത്വമാണ്! ദുനിയാവിൽ ഒരാള് തന്റെ ഉദ്ഹിയ കൊടുക്കുവാൻ വേണ്ടി ഒരു ബലിമൃഗത്തെ വാങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചാൽ, ആ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. വകലാമുഹു തസ്ബീഹാ, ഒരു ആടിനെ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു മാടിനെ വാങ്ങാൻ അതിന്റെ ഉടമയോട് ചെന്ന് സംസാരിച്ച് അതിന്റെ വില പറയുമ്പോൾ അതിനു വേണ്ടി സംസാരിക്കുന്ന ഓരോ വാക്കുകളും അത് തസ്ബീഹായി അല്ലാഹ് എഴുതുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ വിലയെ കുറിച്ച് ചോദിക്കുന്നത് സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമാണ്. അവന്റെ വില പേശുന്നത് അൽഹംദുലില്ലാഹയുടെ പ്രതിഫലമാണ്. ഓരോ സംസാരവും ഓരോ വാക്കുകളും ഓരോ തസ്ബീഹുകളാണ്. അവൻ അതിനു വേണ്ടി ചെലവഴിക്കുന്ന ഓരോ മിനിറ്റുകൾക്ക് പകരവും അല്ലാഹു തആല 10 നന്മകൾ എഴുതുമെത്രേ, 10 തിന്മകൾ മാറ്റുമെത്രേ, 10 പദവികൾ അല്ലാഹു ഉയർത്തുമെത്രേ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസിക്ക് ഇതിനേക്കാൾ വലിയ ഓഫർ ഉദ്ഹിയ അറുക്കുന്നതിലൂടെ കിട്ടാൻ വേറെ എന്തുണ്ട്? അല്ലിമൂ ലഹായാക്കും, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഉദ്ഹിയ മൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ. ഏറ്റവും നല്ല മൃഗത്തെ അറുക്കണേ. അത് വെളുത്ത മൃഗത്തെ അറുക്കൽ സുന്നത്തെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള മൃഗത്തെ അറുക്കണേ. നിങ്ങൾ നല്ല സൗന്ദര്യമുള്ള മൃഗത്തെ അറുക്കണേ. നല്ല മാംസപുഷ്ടിയുള്ള മൃഗത്തെ അറുക്കണേ. കാരണം എന്താ? ഫഇന്നഹാ അലാ അത് നാളെ സിറാത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകുമ്പോൾ അത് നിങ്ങളുടെ വാഹനമായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്തിലൂടെ നിങ്ങൾക്ക് മിന്നൽ വേഗത്തിൽ കടന്നു പോകാനുള്ള വാഹനം നിങ്ങൾ ദുനിയാവിൽ കൊടുത്ത ഉദ്ഹിയയുടെ മൃഗങ്ങളാണ്. ഒന്നല്ല, എത്ര വാഹനമുണ്ടെങ്കിലും അത് സൗഭാഗ്യമല്ലേ? അതുകൊണ്ടല്ലേ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷം തന്നെ 100 ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്. അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ തങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജ് ഉണ്ടല്ലോ, അവസാനത്ത് തങ്ങളുടെ ഹജ്ജ്, നിങ്ങൾ ഒറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. ആ ഹജ്ജിൽ നബി തങ്ങൾ കൊടുത്തിട്ടുള്ള ബലിമൃഗം 100 ഒട്ടകമാണ്. അതിൽ 65 എണ്ണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് അറുത്തു എന്ന, ബാക്കി മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് അറുത്തു എന്നാണ്. ഇത്രയും വലിയ നന്മയാണ്. ഒരാള് ഇത്രയൊക്കെ കേട്ടിട്ടും ദീനിൽ ഇത്രയും വലിയ അള്ളാഹു പുണ്യമായി തന്ന അനുഗ്രഹമാകുന്ന ഈ ഉദ്ഹിയ സമ്പത്തുണ്ടായിട്ടും ഇത് നിർവഹിച്ചില്ലെങ്കിൽ എന്താണ്?
അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നത് കാണാം, ഒരാളിന് അല്ലാഹു സമ്പത്ത് കൊടുത്തു, അങ്ങനെയാണ് എന്റെ കഴിവ് കൊണ്ടല്ല എനിക്ക് സമ്പത്ത് കിട്ടുന്നത്, ഞാൻ ചെയ്യുന്ന ജോലി അല്ലാഹു തന്ന അനുഗ്രഹമാണ്, എന്റെ സമ്പാദ്യം അല്ലാഹു തന്ന അനുഗ്രഹമാണ്, അതുകൊണ്ടല്ലേ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലാഹു എനിക്ക് തരും, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലാഹു എന്നിൽ നിന്ന് തിരിച്ചെടുക്കും. പക്ഷേ കിട്ടുമ്പോൾ വിചാരിക്കും ഇതെന്റെ കഴിവ് കൊണ്ടാണെന്ന്, ഇതെന്റെ പ്രാപ്തി കൊണ്ടാണെന്ന്, ഇതെന്റെ അറിവ് കൊണ്ടാണെന്ന്, ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ടാണെന്ന്. അല്ല സഹോദര, ഇത് അല്ലാഹു നിനക്ക് തന്നതാണ്. ചില സമയത്ത് ഇത് തിരിച്ചെടുക്കാനും അല്ലാഹുവിന് കഴിയും. അതുകൊണ്ട് ഒരാളിന് അല്ലാഹു സമ്പത്ത് കൊടുത്തു, പക്ഷേ ഈ ഒരു നന്മ അവൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫലാ യഹ്ളുറന്ന മുസല്ലാന, അവൻ നിസ്കരിക്കാൻ നമ്മുടെ പള്ളിയിലേക്ക് വരേണ്ടതില്ല. ബലിപെരുന്നാൾ നിസ്കരിക്കാൻ അവൻ ബലി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഉലഹി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ പള്ളിയിലേക്ക് അവൻ വരേണ്ടതില്ല. കാരണം ആ നിസ്കാരം കൊണ്ട് അവന് പ്രയോജനമില്ല. കാരണം അല്ലാഹു തആല ചേർത്ത് പറഞ്ഞതാ, നീ നിസ്കരിക്കണം, നീ ബലി കൊടുക്കണം, നീ നിസ്കരിക്കണം, അല്ലാഹുവിന് വേണ്ടി നീ ഉലഹിയത്ത് കൊടുക്കണം. അത്രയും വലിയ നന്മയുള്ള കാര്യമാണ് ഉലഹിയത്ത്. ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ അതിനു വേണ്ടി തയ്യാറായി, നമ്മൾ അതിന്റെ നിബന്ധനകളുള്ളത് തന്നെ നമ്മൾ അതിനെ വാങ്ങണം. ആടാണെങ്കിൽ, നമ്മുടെ നാട്ടിലേക്കുള്ള ആടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം എന്നുള്ളതാണ് നിയമം. അപ്പൊ ആ മൃഗത്തെ കൊടുത്താലേ ഉലഹിയാവുകയുള്ളൂ. അല്ലാത്തതിനെ കൊടുത്താൽ സ്വതക്കയുടെ പ്രതിഫലം കിട്ടും, പക്ഷെ ഉലഹിയത്തിന്റെ ഈ പറഞ്ഞ മഹത്വങ്ങളും പ്രതിഫലം കിട്ടണമെങ്കിൽ ആകണം. അതുപോലെ മാട്, അത് പോത്താകട്ടെ, എരുമയാകട്ടെ, കാളയാകട്ടെ, പശുവാകട്ടെ, ഇൻഷാ അല്ലാഹ് അത് നമ്മൾ 2 വയസ്സായത് തന്നെ കൊടുക്കണം. അപ്പൊ നേരത്തേക്ക് നമ്മൾ അതിന് വേണ്ടി തയ്യാറായാൽ, വാങ്ങാൻ പോയാൽ നമുക്ക് ആ പ്രായമുള്ളതൊക്കെ കിട്ടും. അതുപോലെ തന്നെ ന്യൂനതകളുള്ളതോ, ശരീരം മെലിഞ്ഞു പോയതോ, രോഗങ്ങൾ വന്നതോ കൊടുത്താൽ അത് ഉലഹിയാവുകയില്ല. പിന്നെ ഉലഹിയ 2 രൂപത്തിലുണ്ട്. ഒന്ന് സുന്നത്തായ ഉലഹിയുണ്ട്, നിർബന്ധമാകുന്ന ഉലഹിയുണ്ട്. ഇപ്പൊ ഒരു മൃഗം നമ്മളെ വീട്ടിൽ വളർത്തിയിട്ട് ഇതെന്റെ ഉലഹിയയുടെ മൃഗമാണ് എന്ന് നിയത്താക്കി അതിനെ വളർത്തിയാൽ അത് നിർബന്ധമായ ഉലഹിയാകുമെന്നാണ്. ഇത് എന്റെ നിർബന്ധമായ ഉലഹിയാണെന്ന് പറയുകയോ, അല്ലെങ്കിൽ ഇതെന്റെ ഉലഹിയുടെ മൃഗമാണെന്ന് പറയുകയോ, നിർബന്ധമായ ഉലഹിയാകും. അതിന്റെ പ്രത്യേകത, അതിനെ അറുത്തിട്ട് അതിന്റെ മാംസം മുഴുവനും സാധുക്കൾക്ക് സ്വതക്ക ചെയ്യണം, കൊടുക്കൽ നിർബന്ധമാണ്. അത് അർഹരായ ആളുകൾക്ക് കൊടുക്കണം. സുന്നത്തായ ഉലഹി എന്ന് പറയുമ്പോൾ ഒരു മൃഗത്തെ സുന്നത്തായ ഉലഹി എന്ന് നിയത്താക്കി, അല്ലെങ്കിൽ അങ്ങനെ നിയത്തില്ലാതെ വാങ്ങിയിട്ട് അറുക്കുമ്പോൾ മാത്രം ഉലഹിയ എന്ന് നിയത്താക്കിയാൽ, അറുക്കുമ്പോൾ ഉലഹിയ നിയത്താക്കൽ നിർബന്ധമാണ്. അത് കൊടുക്കുന്ന ആള് അറുക്കൽ ഏറ്റവും ഉത്തമം. അങ്ങനെ മറ്റൊരാളെ കൊണ്ട് അറുത്താലും കൊടുക്കുന്നയാൾ അവിടെ ഹാജരായിരിക്കൽ ഏറ്റവും പ്രധാനമാണ്. അവർ നിയത്ത് വെക്കണം. ഇനി അതല്ല എങ്കിൽ അവിടെ അവരില്ല എങ്കിൽ ഒരാളെ ഏൽപ്പിക്കുകയും നിയത്ത് ചെയ്യാൻ അവരെ ഏൽപ്പിക്കുകയും വേണം. അപ്പൊ അതിന്റെ നിബന്ധനയാണ്. അപ്പോ സുന്നത്താണെങ്കിൽ മറ്റുള്ളവർക്കോ അതിൽ നിന്ന് അല്പം അവർക്ക് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് അത് സ്വതക്ക ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ഉലഹിയ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പണ്ഡിതന്മാരോട് ചോദിച്ച് അത് പ്രതിഫലാർഹമായ നിലയിൽ അത് നിർവഹിക്കാനും തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.